സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വിവാദങ്ങൾ ഒക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ചില ആളുകൾ കുറച്ചുകൂടെ ഒരു ബുദ്ധി വളർച്ച കാണിച്ചാൽ ഇതിൽ പകുതി പ്രശ്നങ്ങളും തീർന്നു പോകുന്നു. പ്രത്യേകിച്ച് ഈ വിതഴികളൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ശരിക്കും നിരീക്ഷിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നാം. ഇപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിനോട്, ഒരു 3 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു കുട്ടിനോട്, ആ കുട്ടിക്ക് ഫോണിലോ മറ്റോ ഒന്നും കടുവനെ പുലിനെ ഒന്നും കണ്ടു പരിചയമില്ല എന്ന് സങ്കല്പിക്കുക. ആ കുട്ടീനോട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഒരു ജീവനെ ചൂണ്ടിക്കാണിച്ചെടുത്തിട്ട് അത് പുലിയാണ്, അല്ലെങ്കിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചെടുത്തിട്ട് അത് പുലിയാണെന്ന് പറഞ്ഞാൽ, അയാൾ പുലിയാണെന്ന് പറഞ്ഞാൽ കുട്ടികളത് അങ്ങനെ തന്നെ അങ്ങ് മനസ്സിലാക്കും. അല്ലാണ്ട് ചെറിയ മക്കൾക്ക് ഈ ഉപമയും അലങ്കാരവും ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അയാൾ പുലിയെപ്പോലെ ധീരനാണെന്നോ ഒന്നും മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അവരെന്താണോ വാക്കിൽ പറഞ്ഞത് ആ വാക്ക് പച്ചയായിട്ട് അത് മാത്രം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ചെറിയ മക്കളോട് നമുക്കങ്ങനെ കൂടുതൽ അലങ്കാര ഉപമയും കവിതയും കാൽപ്പനികതയൊന്നും പറയാൻ പറ്റില്ല. ഇത് ചെറിയ മക്കൾ മാത്രമല്ല, ഇനി തടിയൊക്കെ നന്നായി വലുതായിട്ടുണ്ട്, 10, 30, 40, 50, 70 വയസ്സായിട്ടുണ്ടെങ്കിൽ പോലും ബുദ്ധി വളർച്ച കുട്ടീൻ്റെ ആണെങ്കിൽ അപ്പോഴും നമുക്ക് ആ മന്ദബുദ്ധിയായ ആളോട് ഉപമ അലങ്കാരമൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ മന്ദബുദ്ധികളോട്, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ആലങ്കാരികമായി സംസാരിച്ചു നോക്കി. അപ്പോൾ അലങ്കാരവും ഉപമയും വാക്കുകളുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള അർത്ഥമൊക്കെ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ലേശൊരു ബുദ്ധി ആവശ്യമുള്ള സംഗതി. എത്രത്തോളം കൂടുതൽ ക്യുക്കായിട്ടുള്ള നല്ല മൂർച്ചയുള്ള ബുദ്ധി ഉണ്ടോ അത്രയും അത്തരം പ്രയോഗങ്ങൾ നടത്താനും കാര്യങ്ങളെ കൂടുതൽ കോംപ്രിഹെൻസീവായി പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാനും കഴിയും. ചില ആളുകൾക്ക് സ്വതവേ ബുദ്ധി കുറവായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക മുൻധാരണകൾ കൊണ്ടോ ആശയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില വികാരങ്ങൾ കൊണ്ടോ ഇത്തരം ബുദ്ധി കുറവ് സംഭവിച്ചു പോകണമായിരിക്കാം. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ഒരു പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിവാദത്തിലും ഈ പ്രശ്നം നമുക്ക് കാണാം. അല്ലെങ്കിൽ കാലങ്ങളായി കേരളത്തിലുള്ള പലതരം വിധേയകൾ, പ്രത്യേകിച്ച് വഹാബികളൊക്കെ ദീനിനകത്തുണ്ടാക്കുന്ന പല പ്രശ്നങ്ങളിലും ഇത് നമുക്ക് കാണാൻ പറ്റും. വളരെ അടിസ്ഥാനപരമായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പോലും വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട്, നേരെ പറഞ്ഞതങ്ങ് മനസ്സിലാക്കുക എന്നുള്ളതുകൊണ്ടുണ്ടാകുന്ന ഈ ബുദ്ധിക്കുറവുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഭീകരമായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൈ എന്ന് വാക്കർത്ഥത്തിൽ വരാവുന്ന ഒരു പ്രയോഗം കണ്ടാൽ ഈ ബുദ്ധി പറഞ്ഞ വഹാബികളെ മനസ്സിലാക്കും ഇത് അള്ളാഹ്ക്ക് കൈയുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്നോ അതിൻ്റെ ആലങ്കാരിക അർത്ഥമോ അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ വ്യാഖ്യാനിച്ച് പിന്നെ വിശദീകരിച്ചടന്നാലാവുമെന്നും പറയും. അപ്പോൾ ഈ ബുദ്ധി കുറവുള്ളവരോട് നമുക്ക് വിശദീകരിക്കാനും പറ്റില്ല, അലങ്കാരം പറയാനും പറ്റില്ല. അവർക്ക് ആ കേട്ടതേ മനസ്സിലാവുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് വഹാബികളുടെ ദൈവം ഇപ്പോഴും ആകാശത്തേക്ക് ഇറങ്ങുകയും കയറുകയും തുടങ്ങിയിട്ട് ഒരുപാട് പിന്നെ ഈ പറഞ്ഞ ആലങ്കാരികാർത്ഥങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടുള്ള വിശേഷണങ്ങളുള്ള ഒരവസ്ഥ ആയത്. ഇതേ പ്രശ്നം തന്നെ നമുക്ക് ഈ യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്ന രവിചന്ദ്രാദി ടീമുകളിലും കാണാം. അവർക്കും ഈ ഫിലോസഫി, കവിത, അതുപോലെ അലങ്കാരങ്ങൾ, ഇത്തരം ഭാഷ ഇതിനോടൊന്നും താല്പര്യമില്ല. നിങ്ങൾ അവരെ സംസാരങ്ങൾ ശരി സൂക്ഷ്മമായി നോക്കിയാൽ പലപ്പോഴും കാണാൻ പറ്റും. അവർക്കും താല്പര്യം ഈ ഉണ്ടല്ലോ നേർക്കുനേരങ്ങ് പറഞ്ഞു പോണ കാര്യങ്ങളിൽ മാത്രം. അത്രേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചല്ലേ ഓരോരുത്തർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉണ്ടായ വിഷയവും അതിൻ്റെ അലവലുകൾ അടങ്ങാനായി നമ്മൾ കരുതിയാലും ചിലയിടത്തൊക്കെ ഇപ്പോഴും ഇങ്ങനെ മരം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ സംഭവിച്ചത്? എന്തിനാ ഉസ്താദ് ഡൽഹി പോയത്? അത് കുറച്ച് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ഹക്കീം മസീദ് ഉസ്താദ് സമസ്ത വിളംബര സമ്മേളനത്തിൻ്റെ അന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. UP-യിലൊക്കെ ഉള്ള പല മുസ്ലിം നേതാക്കളും വന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളും ദീനീ സംവിധാനങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് മുഫ്തി എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ളൊരു നേതാവ്, സ്വീകാര്യനായ ഒരു നേതാവ് എന്നുള്ള നിലക്ക് ഉസ്താദ് ഇതിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിത്തരാൻ
ഉസ്താദിന് കഴിയോ എന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് വന്ന കാര്യം ഉസ്താദ് പറഞ്ഞിരുന്നു. അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങൾ വെച്ചിട്ട് വിളംബര സമ്മേളനം കഴിഞ്ഞ് ഉടനെ റെസ്റ്റ് എടുക്കാണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രധാനമന്ത്രിയോട് മീറ്റ് ചെയ്യാൻ പോകും. എന്തിനാ പോയത്? പ്രശ്നങ്ങൾ പറയാൻ. പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് പറയാൻ മാത്രമല്ല, UP അടക്കമുള്ള സ്റ്റേറ്റുകളിലെ മുസ്ലിം നേതാക്കൾ വന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ കൂടെ ഉന്നയിക്കാൻ. അങ്ങനെ പോയിട്ട് നീണ്ട ഒരു ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് ഉസ്താദ് അവരോട് പ്രധാനമന്ത്രിയോട് ഏതാണ്ട് അരമണിക്കൂറോളം വെച്ച ചർച്ചയിൽ ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ വാർത്താക്കുറിപ്പായിട്ടും മറ്റൊക്കെ വന്നിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ വിഷയങ്ങൾ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഏറ്റവും സാധാരണക്കാരായ മുസ്ലിങ്ങളടക്കം ഭയപ്പെടുന്ന ഈ SIR മുതൽ പൗരത്വം മുതലുള്ള വിഷയങ്ങൾ തുടങ്ങി UP അടക്കമുള്ള സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങൾ, പള്ളികളും മദ്രസകളും അടക്കമുള്ള സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങി വർഗീയ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി ഏതാണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൽ നല്ലൊരു പറ്റവും ഉസ്താദിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ പ്രശ്നം പറയാനാണ് പോയത്, അതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഒരു മീഡിയ സ്ഥാപനം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുറത്ത് നിന്ന് നിങ്ങൾ പുറത്തുള്ള ആളുകളോട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സേഫാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്ന രീതിയിലുള്ളൊരു ചോദ്യത്തിനാണ് മുസ്ലിങ്ങൾ സേഫാണോ എന്നുള്ളതിന് ഇവിടെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഏത് സമയത്താണ്? ഏത് മനുഷ്യൻ്റെയും, അത് ആരായിക്കോട്ടെ, ഇവനൊരു ചെറിയ കുട്ടിയായിക്കോട്ടെ, ഒരു നേതാവായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെ സംസാരത്തെ സത്യസന്ധമായിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ആ മനുഷ്യൻ ഏത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് നോക്കണ്ടേ. സത്യസന്ധത ആവശ്യമില്ല, കാര്യത്തിൻ്റെ വസ്തുത എന്താണെന്ന് അറിയില്ല ആവശ്യമില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കയറി പിടിച്ചങ്ങ് ബഹളം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള കാര്യം നമുക്ക് വിടാം. അത് നേരത്തെ പറഞ്ഞ ബുദ്ധി കുറവിൻ്റെ പ്രശ്നമാണ്. സത്യസന്ധതയുള്ള ഒരാൾ, തങ്ങളുടെ അഭിപ്രായത്തിൽ സത്യസന്ധത വേണമെന്നുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടത്? ഏത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞു നോക്കും, ആരായാലും. അപ്പോൾ ഇത് പെട്ടെന്നൊരു ദിവസം പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നതല്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ പറയുന്നതല്ല. പറയുന്നത് എവിടുന്നാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ച് സൊല്യൂഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് ഡിമാൻഡ് ചെയ്ത് പുറത്ത് വന്നിട്ട് ഉള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ, മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ സുരക്ഷിതരാ എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാം ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണെങ്കിൽ പിന്നെ ഇവിടെ മർക്കസിലോ വീട്ടിലോ ഇരുന്നാൽ മതിയല്ലോ. കഷ്ടപ്പെട്ട് ഡൽഹിയിൽ പോയി ഇത്രയും പ്രായത്തിൽ ഉസ്താദിനെ അടുത്തറിയുന്നവർക്ക് അറ്റ്ലീസ്റ്റ് കാണുന്നവർക്കെങ്കിലും അറിയാം ഇപ്പോൾ അവരെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ശരീരത്തിലും കാലിലൊക്കെ നീര് വന്ന് വീർത്തി പ്രയാസപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയത്ത് അതൊരു സമ്മേളനത്തിൻ്റെ ഇത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഡൽഹിയിൽ പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോയത് എന്തിനാ? പ്രശ്നങ്ങൾ പറയാൻ. പോയി വരുമ്പോഴാണ് എന്താ മുസ്ലിങ്ങളുടെ അവസ്ഥ വെച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ ബുദ്ധി കുറവുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനസ്സിലാക്കലേ ഉള്ളൂ, പ്രശ്നമില്ല. ഇവരോടിപ്പോൾ നമ്മൾ ഒരു ആരെങ്കിലുമൊക്കെ ഒരു മരിച്ച വീട്ടുന്നോ, ഈവൻ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു മരണാനന്തരം ഇപ്പോൾ ഒരാളുടെ ഉപ്പയോ അല്ലെങ്കിൽ വേണ്ട ഒരു ദുരന്തം ഉണ്ടായി മരിച്ച ഒരാളെ സങ്കല്പിക്കാം. ഒരാളുടെ മക്കളോ അല്ലെങ്കിൽ ആരും ദുരന്തം ഉണ്ടായി മരിച്ചിട്ട് 2-ാമത്തെ 3-ാമത്തെ ദിവസം നമ്മളയാളെ വീട്ടിൽ പോയി അയാളെ ആശ്വസിപ്പിക്കാനും തഴസിയത്ത് ചെയ്യാനാണ് പോകണം. അപ്പോൾ ചിലപ്പോൾ ഒരു ഔപചാരികതൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴോ പോരുമ്പോഴോ എപ്പോഴും ചോദിക്കുക എന്താ വിശേഷമൊക്കെ റാഹത്തല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അയാളെ കുഴപ്പമൊന്നുമില്ല റാഹത്താണെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത്രയും ദാരുണമായൊരു സംഭവം നടന്നിട്ട് അയാൾക്ക് റാഹത്തത്ര, അയാൾക്ക് സുഖാത്ര, സന്തോഷത്ര എന്ന് പറഞ്ഞ് ആരെങ്കിലും വിവാദം ഉണ്ടാക്കും. ആര്? സുഖാണെന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥം മാത്രം മനസ്സിലാകുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അല്ലാത്ത ആരെങ്കിലും അത് ആ അർത്ഥത്തിലെടുക്കുമോ? അങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഏത് വർത്തമാനവും അത് മനസ്സിലാക്കേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് മനസ്സിലാക്കാതെ
അങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ കേട്ട ഒരൊറ്റ അർത്ഥത്തിലെടുക്കുക എന്നുള്ളത് ബുദ്ധി കുറഞ്ഞവരുടെ ഒരു പ്രശ്നമാണ്. ഈ ബുദ്ധി കുറവ് എന്നുള്ളത് വളർച്ചക്കുറവുകൊണ്ടായിരിക്കാം, പോഷകാഹാരക്കുറവുകൊണ്ടായിരിക്കാം, ജന്മനായുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള ബുദ്ധി വർക്ക് ചെയ്യാത്ത വിധം പലതും കയറി ഫ്രീസ് ആകുന്നതായിരിക്കാം. പക്ഷെ പ്രശ്നം അതാണ്, സത്യസന്ധമായി വിലയിരുത്തുന്ന ഒരാളും അതിൻ്റെ അപ്പുറത്തേക്ക് ആ പറഞ്ഞതിനെ എടുക്കില്ല. ഇനി അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആകാം, ആ വാക്ക് അങ്ങനെ തന്നെ പറയണമായിരുന്നോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ളതൊക്കെ. അതൊക്കെ ഇപ്പോൾ ആർക്കും ഒരു സമയത്ത് ഏറ്റവും അപ്പം ശരിയെന്ന് തോന്നുന്നൊരു വാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓവറോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും ഉദ്ദേശമൊന്നും എല്ലാവർക്കും അറിയാം. എന്തിനാണ് പോയത് എന്ന് ശ്രദ്ധിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ ആളുകൾ, ഈ ബുദ്ധി വളർച്ചയില്ലാത്ത ആളുകൾ കാര്യങ്ങളെ വിശകലനം ചെയ്ത് അഭിപ്രായം പറയുന്നത് നിർത്തിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നാട്ടിൽ ഒഴിവായി കിട്ടും. പിന്നെ വലിയ വിവരമുണ്ടെന്ന് തോന്നുന്ന ചിലരെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് വലിയ ലേഖനമൊക്കെ എഴുതുന്നുണ്ട്. ട്രൂ കോപ്പി തിങ്കിലോ 2 ആർട്ടിക്കിളും കണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പലതിലും ഈ മനുഷ്യന്മാരെന്ന് എനിക്ക് തോന്നുന്നത് പ്രത്യക്ഷത്തിൽ എഴുതിയ ആൾക്കാരൊക്കെ ബുദ്ധിയുണ്ടെന്ന് കരുതേണ്ട ആളുകളാണ്. പക്ഷേ എന്താ നടന്നതെന്ന് പോലും നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നിരീക്ഷിച്ചവർക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ അതിൻ്റെ വിശാലമായ കോണ്ടെക്സ്റ്റിൽ എടുക്കാതിരിക്കുക, വാക്കർത്ഥത്തിനപ്പുറം അർത്ഥം മനസ്സിലാക്കാതിരിക്കുക, സാഹചര്യം മനസ്സിലാക്കാതിരിക്കുക, ഇതൊക്കെ നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല. ആളുകൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ.